ജെറമിയ അധ്യായം 34. ബാബിലോൺ രാജാവ് നെബൂഖദ്നേസറും അവൻ്റെ സകല സൈന്യവും ഭൂമിയിൽ അവൻ്റെ ആധിപത്യത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളും ജനതകളും ജെറൂസലമിനും അതിലെ നഗരങ്ങൾക്കുമെതിരായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജെറമിയായ്ക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, യൂദാ രാജാവായ സെദെക്കിയായോട് ചെന്ന് പറയുക, ഈ നഗരം ബാബിലോൺ രാജാവിൻ്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കും, അവനത് അഗ്നിക്കിരയാക്കും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നീ രക്ഷപ്പെടുകയില്ല, പിടിക്കപ്പെടും, അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. നിനക്ക് ബാബിലോൺ രാജാവിൻ്റെ മുൻപിൽ നിൽക്കേണ്ടി വരും. നിന്നെ ബാബിലോണിലേക്ക് കൊണ്ടുപോകും. എങ്കിലും യൂദാ രാജാവായ സെദെക്കിയ, നീ കർത്താവിൻ്റെ വചനം കേൾക്കുക. കർത്താവ് നിന്നെക്കുറിച്ച് അരുളി ചെയ്യുന്നു, നീ വാളിനിരയാവുകയില്ല, നീ സമാധാനത്തോടെ മരിക്കും. നിനക്ക് മുൻപ് രാജാക്കന്മാരായിരുന്ന നിന്റെ പിതാക്കന്മാർക്ക് വേണ്ടി ചെയ്തതുപോലെ സുഗന്ധദ്രവ്യങ്ങൾ നിനക്ക് വേണ്ടിയും കത്തിക്കും. ഹാ, ഞങ്ങളുടെ പ്രഭു എന്ന് പറഞ്ഞ് അവർ നിന്നെ ഓർത്ത് വിലപിക്കും. ഞാനാണ് ഇത് പറയുന്നത്, കർത്താവ് അരുളി ചെയ്യുന്നു. ജെറമിയ പ്രവാചകൻ ജെറുസലമിൽ വെച്ച് യൂദാ രാജാവായ സെദെക്കിയായോട് ഇത് പറഞ്ഞു. അന്ന് ബാബിലോൺ രാജാവ് ജെറുസലമിനും യൂദായിൽ അവശേഷിച്ചിരുന്ന ലാഖിഷ്, അസേക്ക എന്നീ നഗരങ്ങൾക്കുമെതിരെ യുദ്ധം ചെയ്യുകയായിരുന്നു. ഇവ മാത്രമായിരുന്നു യൂദായിൽ അവശേഷിച്ച ഉറപ്പുള്ള നഗരങ്ങൾ. തങ്ങളുടെ ഹെബ്രായ ദാസന്മാരെയും ദാസിമാരെയും സ്വതന്ത്രരാക്കുമെന്ന് ഒരു വിളംബരം പുറപ്പെടുവിക്കാൻ സെദെക്കിയ രാജാവ് ജെറുസലമിലെ ജനങ്ങളുമായി ഒരു ഉടമ്പടി ചെയ്തു. ആരും തൻ്റെ യഹൂദ സഹോദരനെ അടിമയാക്കാതിരിക്കാനായിരുന്നു അത്. അതിനുശേഷം ജെറമിയായ്ക്ക് കർത്താവിൽ നിന്ന് അരുളപ്പാടുണ്ടായി. ഉടമ്പടിയിൽ ഒപ്പുവെച്ച ജനവും ജനനേതാക്കളും തങ്ങളുടെ ദാസീദാസന്മാരെ അടിമകളായി വെച്ചുകൊണ്ടിരിക്കാതെ സ്വതന്ത്രരാക്കിക്കൊള്ളാമെന്ന് സമ്മതിച്ചു. അതനുസരിച്ച് അടിമകൾക്ക് സ്വാതന്ത്ര്യം നൽകി. പിന്നീട് അവർ മനസ്സുമാറ്റി സ്വതന്ത്രരാക്കിയ ദാസീദാസന്മാരെ വീണ്ടും അടിമകളാക്കി. അപ്പോൾ കർത്താവ് ജെറമിയായോട് അരുളി ചെയ്തു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാരെ ദാസ്യഭവനമായ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം അവരുമായി ഞാനൊരു ഉടമ്പടി ചെയ്തു. തന്നെത്താൻ വിറ്റ് നിനക്ക് അടിമയാവുകയും 6 വർഷം നിന്നെ സേവിക്കുകയും ചെയ്ത ഇസ്രായേൽ സഹോദരനെ 7-ാം വർഷം സ്വതന്ത്രനായി വിട്ടയക്കണം. എന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ എൻ്റെ വാക്ക് കേൾക്കുകയോ എൻ്റെ കൽപ്പന അനുസരിക്കുകയോ ചെയ്തില്ല. അടുത്ത കാലത്ത് നിങ്ങൾ അനുതപിച്ച് സഹോദരർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. എൻ്റെ സന്നദ്ധിയിൽ എൻ്റെ നാമം വഹിക്കുന്ന ആലയത്തിൽ വെച്ച് നിങ്ങൾ ഒരു ഉടമ്പടി ചെയ്തു. അതെനിക്ക് പ്രീതികരമായ പ്രവൃത്തിയായിരുന്നു. എന്നാൽ നിങ്ങൾ വീണ്ടും മനസ്സ് മാറ്റി നിങ്ങൾ സ്വതന്ത്രരാക്കിയ ദാസീദാസന്മാരെ പിന്നെയും അടിമകളാക്കിക്കൊണ്ട് എൻ്റെ നാമത്തിന് കളങ്കം വരുത്തി. ആകയാൽ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ കൽപ്പന ധിക്കരിച്ചു. നിങ്ങൾ സഹോദരനും അയൽക്കാരനും സ്വാതന്ത്ര്യം നൽകിയില്ല. ഇതാ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നു. വാളിനും ക്ഷാമത്തിനും പകർച്ചവ്യാധിക്കും ഇരയാകാനുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾ ഭൂമിയിലെ സകല ജനതകളുടെയും ദൃഷ്ടിയിൽ ബീഭത്സ വസ്തുവായിത്തീരും. കർത്താവ് അരുളി ചെയ്യുന്നു, കാളക്കുട്ടിയെ വെട്ടിപ്പിളർന്ന് ആ പിളർപ്പിനിടയിലൂടെ കടന്ന് എന്നോട് ചെയ്ത ഉടമ്പടി ലംഘിച്ചവരെ, ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിക്കാത്തവരെ ഞാൻ ആ കാളക്കുട്ടിയെ പോലെയാക്കും. കാളക്കുട്ടിയുടെ പിളർപ്പിനിടയിലൂടെ കടന്നുപോയ യൂദാ പ്രഭുക്കളെയും ജെറുസലം നേതാക്കളെയും ഷണ്ഡന്മാരെയും പുരോഹിതന്മാരെയും ദേശത്തെ സകല ജനത്തെയും അവരുടെ ജീവൻ വേട്ടയാടുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കും. അവരുടെ ശവശരീരങ്ങൾ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമാകും. യൂദാ രാജാവായ സെദെക്കിയായെയും അവൻ്റെ പ്രഭുക്കന്മാരെയും അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ശത്രുക്കളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിക്കും.
അവരെ നിങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ ബാബിലോൺ രാജാവിൻ്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കും. കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ കൽപ്പനയാൽ അവരെ ഈ പട്ടണത്തിലേക്ക് ഞാൻ തിരിച്ചു കൊണ്ടുവരും. അവർ വന്ന് യുദ്ധം ചെയ്ത് ഈ നഗരം കീഴടക്കി അഗ്നിക്കിരയാക്കും. യൂദായിലെ നഗരങ്ങളെ ഞാൻ മരുഭൂമിക്ക് തുല്യം ശൂന്യമാക്കും. Chapter 34. This word came to Jeremiah from the Lord while Nebuchadnezzar king of Babylon and his armies and the earth's kingdoms subject to him, as well as the other peoples, were all attacking Jerusalem and all her cities. Thus says the Lord, the God of Israel, Go to Zedekiah king of Judah and tell him, Thus says the Lord, I am handing this city over to the king of Babylon. He will destroy it with fire. Neither shall you escape his hand. Rather you will be captured and fall into his hands. You shall see the king of Babylon and speak to him face to face. Then you shall be taken to Babylon. But if you obey the word of the Lord, Zedekiah king of Judah, then says the Lord to you, You shall not die by the sword. You shall die in peace, and they will lament you as their Lord, and burn spices for your burial as they did for your fathers, the kings who preceded you from the first. It is I who make this promise, says the Lord. The prophet Jeremiah told all these things to Zedekiah king of Judah in Jerusalem, while the armies of the king of Babylon were attacking Jerusalem and the remaining cities of Judah, Lachish, and Azekah, since these alone were left of the fortified cities of Judah. This is the word that came to Jeremiah from the Lord after King Zedekiah had made an agreement with all the people in Jerusalem to issue an edict of emancipation. Everyone was to free his Hebrew slaves, male and female, so that no one should hold a man of Judah, his brother, in slavery. All the princes and the others who entered the agreement consented to set free their male and female servants, so that they should be slaves no longer. But though they agreed and freed them, afterward they took back their male and female slaves whom they had set free, and again forced them into service. Then this word of the Lord came to Jeremiah, Thus says the Lord, the God of Israel, The day I brought your fathers out of the land of Egypt, out of the place where they were slaves, I made this covenant with them. Every 7th year each of you shall set free his Hebrew brother who has sold himself to you. 6 years he shall serve you, but then you shall let him go free. Your fathers, however, did not heed me or obey me. Today you indeed repented and did what was right in my eyes by proclaiming the emancipation of your brethren and making an agreement before me in the house that is named after me. But then you changed your mind and profaned my name by taking back your male and female slaves to whom you had given their freedom. You forced them once more into slavery. Therefore, thus says the Lord, you did not obey me by proclaiming your neighbors and kinsmen free. I now proclaim you free, says the Lord, for the sword, famine, and pestilence. I will make you an object of horror to all the kingdoms of the earth. The men who violated my covenant and did not observe the terms of the agreement which they made before me, I will make like the calf which they cut in two, between whose 2 parts they passed. The princes of Judah and of Jerusalem, the courtiers, the priests, and the common people who passed between the parts of the calf, I will hand over, all of them, to their enemies, to those who seek their lives. Their corpses shall be food for the birds of the air and the beasts of the field. Zedekiah too, king of Judah, and his princes, I will hand over to their enemies, to those who seek their lives, to the soldiers of the king of Babylon who have at present withdrawn from you. I will give the command, says the Lord, and bring them back to this city. They shall attack and capture it and destroy it with fire. The cities of Judah I will turn into a desert where no man dwells.